യിരെമ്യാവ് അധ്യായം 15. യഹോവ എന്നോട് അരുളി ചെയ്തത്: മോശെയും ശമൂവേലും എൻ്റെ മുമ്പാകെ നിന്നാലും എൻ്റെ മനസ്സ് ഈ ജനത്തിങ്കിലേക്ക് ചായുകയില്ല. ഇവരെ എൻ്റെ മുമ്പിൽ നിന്ന് ആട്ടിക്കളക, അവർ പൊയ്ക്കൊള്ളട്ടെ. ഞങ്ങൾ എവിടേക്ക് പോകേണ്ടു എന്ന് അവർ നിന്നോട് ചോദിച്ചാൽ, നീ അവരോട്, മരണത്തിനുള്ളവർ മരണത്തിനും, വാളിനുള്ളവർ വാളിനും, ക്ഷാമത്തിനുള്ളവർ ക്ഷാമത്തിനും, പ്രവാസത്തിനുള്ളവർ പ്രവാസത്തിനും പൊയ്ക്കൊള്ളട്ടെ എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറക. കൊന്നുകളവാൻ വാളും, പറിച്ചു കീറുവാൻ നായ്ക്കളും, തിന്നുമുടിപ്പാൻ ആകാശത്തിലെ പക്ഷികളും കാട്ടിലെ മൃഗങ്ങളും, ഇങ്ങനെ 4 വകയെ ഞാൻ അവരുടെ നേരെ നിയമിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യെഹൂദാ രാജാവായ ഹിസ്കിയാവിൻ്റെ മകൻ മനശ്ശെ നിമിത്തം അവൻ യെരൂശലേമിൽ ചെയ്തിട്ടുള്ളത് നിമിത്തം തന്നെ ഞാൻ അവരെ ഭൂമിയിലുള്ള സകല രാജ്യങ്ങളിലും ഒരു ഭീതി വിഷയമാക്കി തീർക്കും. യെരൂശലേമേ, ആർക്ക് നിന്നോട് കനിവ് തോന്നുന്നു? ആർ നിന്നോട് സഹതാപം കാണിക്കും? നിന്റെ ക്ഷേമം ചോദിപ്പാൻ ആർ കയറി വരും? നീ എന്നെ ഉപേക്ഷിച്ച് പിൻവാങ്ങിയിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ നിന്റെ നേരെ കൈനീട്ടി നിന്നെ നശിപ്പിക്കും. ഞാൻ കരുണ കാണിച്ച് മടുത്തിരിക്കുന്നു. ദേശത്തിൻ്റെ പടിവാതിലുകളിൽ ഞാൻ അവരെ വീശുമുറം കൊണ്ട് വീശിക്കളഞ്ഞു. ഞാൻ എൻ്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കി നശിപ്പിച്ചു. എങ്കിലും അവർ തങ്ങളുടെ വഴികളെ വിട്ടുതിരിഞ്ഞില്ല. അവരുടെ വിധവമാർ കടൽപ്പുറത്തെ മണലിനേക്കാൾ പെരുകി കാണുന്നു. യൗവനക്കാരൻ്റെ അമ്മയുടെ നേരെ ഞാൻ നട്ടുച്ചയ്ക്ക് ഒരു വിനാശകനെ വരുത്തി പെട്ടെന്ന് അവളുടെ മേൽ നടുക്കവും ഭീതിയും വീഴുമാറാക്കിയിരിക്കുന്നു. 7 മക്കളെ പ്രസവിച്ചവൾ ക്ഷീണിച്ച് പ്രാണനെ വിട്ടിരിക്കുന്നു. അവളുടെ സൂര്യൻ പകൽ തീരും മുമ്പേ അസ്തമിച്ചു പോയി. അവൾ ലജ്ജിച്ചും നാണിച്ചും പോയിരിക്കുന്നു. അവരിൽ ശേഷിപ്പുള്ളവരെ ഞാൻ അവരുടെ ശത്രുക്കൾക്ക് മുമ്പിൽ വാളിന് ഏൽപ്പിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എൻ്റെ അമ്മേ, സർവ്വദേശത്തിനും കലഹക്കാരനും വിവാദക്കാരനും ആയിരിക്കുന്ന എന്നെ നീ പ്രസവിച്ചുവല്ലോ. അയ്യോ കഷ്ടം! ഞാൻ പലിശയ്ക്ക് കൊടുത്തിട്ടില്ല, എനിക്കാരും പലിശ തന്നിട്ടുമില്ല. എന്നിട്ടും അവരെല്ലാവരും എന്നെ ശപിക്കുന്നു. യഹോവ അരുളി ചെയ്തത്: ഞാൻ നിന്നെ നന്മയ്ക്കായി രക്ഷിക്കും നിശ്ചയം. അനർത്ഥകാലത്തും കഷ്ടകാലത്തും ഞാൻ ശത്രുവിനെ കൊണ്ട് നിന്നോട് യാചിപ്പിക്കും നിശ്ചയം. താമ്രവും ഇരുമ്പും വടക്കൻ ഇരുമ്പും ഒടിഞ്ഞു പോകുമോ? നിന്റെ ദേശത്തൊക്കെയും നിന്റെ സകല പാപങ്ങളും നിമിത്തം നിന്റെ സമ്പത്തും നിക്ഷേപങ്ങളും ഞാൻ വിലവാങ്ങാതെ കവർച്ചയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കും. നീ അറിയാത്ത ദേശത്ത് ഞാൻ നിന്നെ ശത്രുക്കളെ സേവിക്കുമാറാക്കും. എൻ്റെ കോപത്തിൽ ഒരു തീ ജ്വലിച്ചിരിക്കുന്നു, അത് നിങ്ങളുടെ മേൽ കത്തും. യഹോവേ, നീ അറിയുന്നു. എന്നെ ഓർത്ത് സന്ദർശിക്കണമേ. എന്നെ ഉപദ്രവിക്കുന്നവരോട് പ്രതികാരം ചെയ്യണമേ. നിന്റെ ദീർഘക്ഷമയിൽ എന്നെ എടുത്തു കളയരുതേ. നിന്റെ നിമിത്തം ഞാൻ നിന്ന് സഹിക്കുന്നു എന്ന് ഓർക്കണമേ. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല. നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കയാൽ നിന്റെ കൈനിമിത്തം ഞാൻ തനിച്ചിരുന്നു. എൻ്റെ വേദന നിരന്തരവും എൻ്റെ മുറിവ് പൊറുക്കാതെ വണ്ണം വിഷമവും ആയിരിക്കുന്നതെന്ത്? നീ എനിക്ക് ചതിക്കുന്ന തോടും വറ്റിപ്പോകുന്ന വെള്ളവും പോലെ ആയിരിക്കുമോ? അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുൻപാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ് പോലെയാകും. അവർ നിന്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരികയില്ല. ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്ര ഭിത്തിയാക്കി വയ്ക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കയില്ല. നിന്നെ രക്ഷിപ്പാനും വിടുവിപ്പാനും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും നിഷ്കണ്ടകന്മാരുടെ കയ്യിൽ നിന്ന് വീണ്ടുകൊള്ളുകയും ചെയ്യും. അധ്യായം 16. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, ഈ സ്ഥലത്ത് നീ ഭാര്യയെ പരിഗ്രഹിക്കരുത്. നിനക്ക് പുത്രന്മാരും പുത്രിമാരും ഉണ്ടാകുകയും അരുത്. ഈ സ്ഥലത്ത് ജനിക്കുന്ന പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ചും ഈ ദേശത്ത് അവരെ പ്രസവിക്കുന്ന അമ്മമാരെക്കുറിച്ചും അവരെ ജനിപ്പിക്കുന്ന അപ്പന്മാരെക്കുറിച്ചും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവർ കൊടിയ വ്യാധികളാൽ മരിക്കും. ആരും അവരെക്കുറിച്ച് വിലാപം കഴിക്കുകയോ അവരെ കുഴിച്ചിടുകയോ ചെയ്യാതെ അവർ നിലത്തിന് വളമായി കിടക്കും. വാളാലും ക്ഷാമത്താലും അവർ മുടിഞ്ഞു പോകും. അവരുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയായിത്തീരും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു:
നീ ദുഃഖഭവനത്തിൽ ചെല്ലരുത്, വിലപിപ്പാൻ പോകരുത്, അവരോട് സഹതാപം കാണിക്കുകയും അരുത്. ഞാൻ എൻ്റെ സമാധാനവും ദയയും കരുണയും ഈ ജനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. വലിയവരും ചെറിയവരും ഈ ദേശത്ത് മരിക്കും, ആരും അവരെ കുഴിച്ചിടുകയില്ല, അവരെക്കുറിച്ച് വിലാപം കഴിക്കുകയില്ല, അവരുടെ നിമിത്തം മുറിവേൽപ്പിക്കുകയില്ല, മുൻ കഷണ്ടി ഉണ്ടാക്കുകയുമില്ല. മരിച്ചവനെക്കുറിച്ച് അവരെ ആശ്വസിപ്പിക്കേണ്ടതിന് ആരും വിലാപത്തിങ്കൽ അവർക്ക് അപ്പം നുറുക്കി കൊടുക്കുകയില്ല. അപ്പനെ ചൊല്ലിയോ അമ്മയെ ചൊല്ലിയോ ആരും അവർക്ക് ആശ്വാസത്തിൻ്റെ പാനപാത്രം കുടിപ്പാൻ കൊടുക്കുകയുമില്ല. അവരോടുകൂടെ ഇരുന്ന് ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും നീ വിരുന്നു വീട്ടിലേക്ക് പോകരുത്. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങൾ കാണുകെ ഞാൻ നിങ്ങളുടെ നാളുകളിൽ ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളൻ്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും ഈ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയും. നീ ഈ വചനങ്ങളെയൊക്കെയും ഈ ജനത്തോട് അറിയിക്കുമ്പോഴും യഹോവ ഞങ്ങൾക്ക് വിരോധമായി ഈ വലിയ അനർത്ഥമൊക്കെയും കൽപ്പിച്ചതെന്ത്? ഞങ്ങളുടെ അകൃത്യം എന്ത്? ഞങ്ങളുടെ ദൈവമായ യഹോവയോട് ഞങ്ങൾ ചെയ്ത പാപം എന്ത് എന്ന് അവർ നിന്നോട് ചോദിക്കുമ്പോഴും നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ: നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ത്യജിച്ച് അന്യദേവന്മാരോട് ചേർന്നു, അവരെ സേവിച്ചു നമസ്കരിക്കുകയും എന്നെ ഉപേക്ഷിച്ച് എൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കാതെ ഇരിക്കുകയും ചെയ്യുക കൊണ്ട് തന്നെ എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരേക്കാൾ അധികം ദോഷം ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തനും എൻ്റെ വാക്ക് കേൾക്കാതെ താൻ്റെ ദുഷ്ടഹൃദയത്തിലെ ശാഠ്യം അനുസരിച്ച് നടക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ദേശത്തു നിന്ന് നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും അറിയാത്ത ഒരു ദേശത്തേക്ക് നീക്കിക്കളയും. അവിടെ നിങ്ങൾ രാവും പകലും അന്യദേവന്മാരെ സേവിക്കും. അവിടെ ഞാൻ നിങ്ങൾക്ക് കൃപ കാണിക്കുകയുമില്ല. ആകയാൽ ഇസ്രായേൽ മക്കളെ, മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയാണ് എന്ന് ഇനി പറയാതെ, ഇസ്രായേൽ മക്കളെ വടക്കേ ദേശത്തു നിന്നും താൻ അവരെ നീക്കിക്കളഞ്ഞിരുന്ന സകല ദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന യഹോവയാണ് എന്ന് പറയുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലേക്ക് ഞാൻ അവരെ വീണ്ടും കൊണ്ടുവരും. ഇതാ, ഞാൻ അനേകം മീൻപിടിക്കാരെ വരുത്തും, അവർ അവരെ പിടിക്കും. അതിൻ്റെ ശേഷം ഞാൻ അനേകം നായാട്ടുകാരെ വരുത്തും, അവർ അവരെ എല്ലാ മലയിലും നിന്നും എല്ലാ കുന്നിലും നിന്നും പാറപ്പിളർപ്പുകളിൽ നിന്നും നായാടി പിടിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. എൻ്റെ ദൃഷ്ടി അവരുടെ എല്ലാ വഴികളുടെയും മേൽ വച്ചിരിക്കുന്നു, അവ എനിക്ക് മറഞ്ഞു കിടക്കുന്നില്ല. അവരുടെ അകൃത്യം എൻ്റെ കണ്ണിന് ഗുപ്തമായിരിക്കുന്നതുമില്ല. അവർ എൻ്റെ ദേശത്തെ തങ്ങളുടെ മ്ലേച്ഛ വിഗ്രഹങ്ങളാൽ മലിനമാക്കി എൻ്റെ അവകാശത്തെ തങ്ങളുടെ അറപ്പുകളെ കൊണ്ട് നിറച്ചിരിക്കിയാൽ ഞാൻ ഒന്നാമത് നിങ്ങളുടെ അകൃത്യത്തിനും അവരുടെ പാപത്തിനും ഇരട്ടിച്ച് പകരം ചെയ്യും. എൻ്റെ ബലവും എൻ്റെ കോട്ടയും കഷ്ടകാലത്തിൻ്റെ ശരണവുമായ യഹോവേ, ജാതികൾ ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് നിൻ്റെ അടുക്കൽ വന്ന് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് അവകാശമായിരുന്നത് മിഥ്യാമൂർത്തികളായ വെറും ഭോഷ്കത്രേ, അവയിൽ പ്രയോജനമുള്ളത് ഒന്നുമില്ല എന്ന് പറയും. തനിക്ക് ദേവന്മാരെ ഉണ്ടാക്കുവാൻ മനുഷ്യന് കഴിയുമോ? എന്നാൽ അവ ദേവന്മാരല്ല. ആകയാൽ ഞാൻ ഈ പ്രാവശ്യം അവരെ ഒന്ന് പഠിപ്പിക്കും, എൻ്റെ കൈയും എൻ്റെ ബലവും ഞാൻ അവരെ ഒന്ന് അനുഭവിപ്പിക്കും. എൻ്റെ നാമം യഹോവ എന്ന് അവർ അറിയും.